വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മളുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഗുരുവായൂർ ടെമ്പിൾ വിത്ത് റിസപ്ഷൻ വ്ളോഗാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നേരത്തെ 3:30 എണീച്ചിട്ട് നമ്മൾ ഗുരുവായൂർ പോകാനുള്ള ഒരു പ്ലാനിങ് ആണ്. ഞാനും അമ്മയും അമലേട്ടനും അച്ഛമ്മയും അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഒരു ബ്ലറുണ്ട്, എനിക്ക് തോന്നുന്നു ഫോഗ് അടിച്ചിട്ടാണ്. ഫ്രണ്ട് പിന്നെ ചായ കുടിച്ച് പോകുമ്പോഴാണ് ഒരു ഉഷാറുണ്ടാവുള്ളൂ ഗൈസ്. ഞാൻ പൊതുവെ കുടിക്കാറില്ല, പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡേറ്റ് നോക്കാറില്ല കേട്ടോ. കാറ് വാങ്ങിയപ്പോൾ തന്നെ എൻ്റെ പ്ലാനിങ് ആയിരുന്നു ഗുരുവായൂരിൽ ഒന്ന് പോകണം, കാറ് കൊണ്ട് എല്ലാവരും കൂട്ടിയിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും കുറച്ച് വൈകിട്ടായാൽ പോലും അത് നമുക്ക് നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു ഉഷാറായിട്ട് ഞാൻ കിടന്ന് വന്ന് പട്ടി ഷോ കാണിക്കുന്നുണ്ടായിരുന്നു, മെയിൻ ചെയ്യുന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഈ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുരുവായൂരിലെത്തി. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ അങ്ങോട്ട് പോവാണ് അമ്പലത്തിലോട്ട്. എന്തോ കാര്യമായി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് പണ്ടൊന്നും മുല്ലപ്പൂ വെക്കുന്ന ഇഷ്ടമല്ല, ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് വെക്കാൻ ഇഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സൈക്കോത്തരം ഞാൻ അറിയാണ്ട് പുറത്ത് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു ഗൈസ്. അമ്മ പറഞ്ഞു 1 മുഴം മതി എന്ന്, ഞാൻ പറഞ്ഞു 2 എന്ന്. ചില സാഹചര്യങ്ങളിൽ അത് പുറത്ത് വരും ഗൈസ്, എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ മുല്ലപ്പൂക്കെ വാങ്ങിയിട്ട് അമ്പലത്തേക്ക് പോവാൻ കേട്ടോ. അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ടേ. അമ്മ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എന്താ പറയുന്നതെന്ന് കാര്യമായി ഓർമ്മയില്ല. കാരണം ഇത് നമ്മൾ പാലക്കാട് പോയ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സമയം കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ ഗുരുവായൂരിനടയിൽ എത്തിയിട്ടോ ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് ഒരു വ്യാഴാഴ്ചയാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. വീണ്ടും എനിക്ക് പൂ വാങ്ങാൻ തെറ്റിയിരിക്കല്ലേ. നമ്മൾ കണ്ണനെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ണന് ചെറിയൊരു തുളസിമാല വാങ്ങിച്ചു. പിന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു നല്ല വൈബാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫോണൊക്കെ അവിടെ വെച്ചത് കൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഗുരുവായൂരപ്പനടുത്ത് നന്നായി പ്രാർത്ഥിച്ചു. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ക്യൂ നിന്നിട്ട് ഗുരുവായൂരപ്പനെ കാണുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. അങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ട സന്തോഷത്തിൽ നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം ഗൈസ്, ഉറക്കം നടിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും. ഹായ് ഗൈസ്, ഹായ്. അമലേട്ടനാണ് വണ്ടി ഓടിക്കുന്നതിൻ്റെ അനിയനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രുതിൻ്റെ റിസപ്ഷൻ എൻഗേജ്മെൻറ്റ്, നമ്മളിപ്പോൾ ശ്രുതിൻ്റെ റിസപ്ഷനിൽ പോവാണ്. അപ്പോൾ ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. 4 മണിക്ക് റെഡിയാവാൻ തുടങ്ങിയതാട്ടോ. അവൾ വിളിച്ചു, ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവൾ വിളിച്ചു, പെട്ടെന്ന് ഞാൻ കുളിച്ച് റെഡിയായി ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, സാരി. നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഇതിൽ, പക്ഷേ നല്ല രസമുണ്ട് നേരിട്ട് കാണാം കേട്ടോ. എടാ ഉള്ളതുകൊണ്ടുള്ളതെന്ന് പറയണത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുക്കും. നമ്മൾക്ക് ഫസ്റ്റ് അത്ര ഉള്ളു ഗൈസ്. പാലക്കാടാണ് റിസപ്ഷൻ വരുന്നത്. പാലക്കാട് എവിടെ നിന്ന് അറിയുമോ? ആകാശ് നോക്കിയാ? ഓക്കെ, ഞാൻ നോക്കട്ടെ ഗൈസ്. ബൈ. ശ്രുതിയുടെ കല്യാണം നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇത് നമ്മുടെ ശ്രുതിൻ്റെ റിസപ്ഷൻ ആണ്. പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ ഗുരുവായൂർ പോയിട്ട് വന്ന ശേഷം നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച 2 ഫ്രണ്ട്സും കൂടെ വന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ പപ്പായ ജ്യൂസാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ട് പോയി 4 ആളും കൂടെ. പിന്നെ അമലേട്ടനാണ് ക്യാമറാമാൻ ഗൈസ്. എൻ്റെ സാരി ഫുള്ളായിട്ട് കണ്ടോ? ഇതാണ്. ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വെൽക്കമിങ് ഒക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് അവളെ കാണാനായിട്ട്. സ്റ്റേജിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സ്ക്രീനിൽ അവളുടെ വെഡ്ഡിങ് വീഡിയോസും അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ് വീഡിയോസൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട്. പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം നിന്നു. പിന്നെ ഞാനും അമലേട്ടനും കൂടെ നിന്നു. അനിയൻ വന്നില്ല കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ എന്താണ് അമലേട്ടൻ എൻ്റെ ചെവിയിൽ പറഞ്ഞത്? ഗസ് ചെയ്യൂ ഗൈസ്, ഗസ് ചെയ്യൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാലേ. അമലേട്ടൻ വന്നിട്ട് പറയായിരുന്നു, നിൻ്റെ ചെരുപ്പിൻ്റെ ഒരു ഹീല് പൊട്ടിയിട്ടുണ്ട്, പയ്യെ നടന്നോ അല്ലെങ്കിൽ വീഴും. അതൊക്കെ പോട്ടെ. ഇനിയാണ് നമ്മളുടെ മെയിൻ ഏരിയ ഗൈസ്, ഫുഡ് അടിക്കുന്ന ഏരിയ, ഫുഡിൻ്റെ ഏരിയ. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട്. പിന്നെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ വേണ്ട ഫുഡ് എന്നൊക്കെ അവർ ചോദിച്ച് അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ എല്ലാ ഫുഡും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സൗമ്യ പറയായിരുന്നു, എടി അവിടെ വേറെ ഫുഡുണ്ട്, ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പ്ലേറ്റ് എടുക്കാൻ എന്നുള്ള ലെവലിലായിരുന്നു. ഒരു അബദ്ധം പറ്റി ഗൈസ്. 2 ദിവസം പട്ടറി കിടന്ന് വന്നാൽ മതിയായിരുന്നു, എങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞ് വിരലെല്ലാം കൂടി കൊള്ളണ്ടേ. പാസ്ത, നൂഡിൽസ്, ഫ്രൂട്ട്സ്, സലാഡ്, ഉപ്പിലിട്ടത്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റ് ചെയ്തു, കുറച്ച് എല്ലാം ടേസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ പോപ്കോണും പഞ്ഞിമുട്ടായും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറേ ടീസ് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഗുലാബ് ജാമും ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗുലാബ് ജാമും ഐസ്ക്രീമും കൂടെ വാങ്ങാനുള്ളൊരു ക്യൂവിലാണ്.
അത് കഴിച്ച ശേഷം പിന്നെ നമ്മൾ പഞ്ഞിമുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതും കഴിച്ചു. അങ്ങനെ അമലേട്ടന് പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്രത്ത് പോകാനുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.